തായ്ലൻഡിൽ പോയാലും മലേഷ്യ പോയാലും പിന്നെ ശ്രീലങ്കയിൽ പോയാലും ചെന്നൈയിൽ പോയാലും എവിടെ പോയാലും ഞാൻ ആരെയും മറക്കൂല കേട്ടോ. ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളൊക്കെ എന്നെ ഓർത്തിരിക്കണം, മറക്കരുത് കേട്ടോ. പിന്നീണ്ടല്ലോ നെറ്റ് കിട്ടുന്നില്ലടാ, നെറ്റ് കിട്ടുമ്പോൾ വരാം കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, ചെറിയൊരു ധൈര്യം കാരണം ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരും. ഒന്നുകൂടെ ഉറങ്ങി എണീക്കട്ടെ. ഇനി ഉറങ്ങി എണീച്ച് കഴിയുമ്പോൾ ഞാൻ ലൈവിൽ വരാം. കാരണം ഒറ്റയ്ക്കല്ലേ പോണേ, അതുകൊണ്ടുള്ള ടെൻഷൻ. അപ്പോൾ നമുക്കെല്ലാവർക്കും തായ്ലൻഡിലൊക്കെ വെച്ച് കണ്ടുമുട്ടാം. തായ്ലൻഡിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ബൈ. അവിടെ എത്തിക്കഴിയുമ്പോൾ എല്ലാവരും ഞാൻ ഫ്രണ്ട്സാക്കും. പിന്നെ നീറ്റിന് ചോദിച്ചമാര് അവിടെ നിന്ന് ആരെങ്കിലും ശരിയാക്കുമോന്നില്ലടാ. ഭാഷ അറിയാണ്ട് കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? അവൻ വിചാരിക്കും ഞാൻ അവനിവിടെ വല്ല പിന്നെ പൊറോട്ട അടിക്കാൻ കൊണ്ടുവന്ന് വിചാരിച്ചായിരിക്കും അവൻ വരുന്നത്. പിന്നെ ഒരു വീടൊക്കെ ആവട്ടെ, ഇവരൊക്കെ വിളിച്ചോണ്ട് വരാം ആരെയെന്ന് വെച്ചാൽ. അപ്പോൾ എൻ്റെ അമ്മേ, ഈ ഫ്ലൈറ്റിൻ്റെ ഒരു കുലുക്കേ, ഇമ്മാതിരി കുലുക്കവും കുലുങ്ങി ഞാൻ താഴെ തെറിച്ചു. വിത്തൗട്ട് മേക്കപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെ ചുണ്ടെല്ലാം ചുണ്ട് നാക്കെല്ലാം പൊള്ളി. അതുകൊണ്ട് ഇന്ന് 2 ചായ കുടിച്ചുള്ളൂ. സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടി ദൈവം തന്ന ഇതായിരിക്കാം കേട്ടോ, പണിഷ്മെൻറ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇന്നിപ്പോൾ 16 ചായ ഞാൻ വാങ്ങി കുടിച്ചേനെ. സഹിക്കാൻ പറ്റുന്നില്ലടാ. നാക്കിൻ്റെ മുകളിലൊക്കെ ഇല്ലേ എല്ലായിടം നല്ല പണി കിട്ടി. നാക്ക് ഒക്കെ പൊള്ളി, ചുണ്ടിൻ്റെ സൈഡ് ഒക്കെ പൊള്ളി പണി കിട്ടിയിരിക്കാം. എല്ലാം തൊലി ഇങ്ങനെ ഇളക്കി വരിക. അപ്പോൾ അതിന് അർത്ഥം അത് എനിക്ക് ഗോഡ് പണിഷ്മെൻ്റ് തരുന്നതാണ്. നിർത്തുന്നുള്ള സൂചനയാണ്. അപ്പം നിർത്താം, കുറച്ച് ദിവസത്തേക്ക് നിർത്താം. എൻ്റെ അമ്മ ഈ ഫ്ലൈറ്റിൽ നിന്ന് എവിടെയെങ്കിലും എന്നെ എത്തിക്കുമെന്നറിയില്ല. അത് ഞങ്ങളുടെ നാട് നോക്കണേ, തൊട്ടിലിട്ടാന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അതുപോലെ കിടന്നാടുന്ന തൊട്ടിൽ കിടന്നാടുന്ന അവസ്ഥ നോക്ക്, കിടന്നാടുന്ന ആട്ടം നോക്കിയ കണ്ട. പിന്നെ ഐ എം വെരി വെരി ഹാപ്പി. ഞാൻ ആർക്കും ഒരു ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരും PR വർക്കൊന്നും കൊണ്ടുവരണ്ട കേട്ടോ. എന്തിനാ ഞങ്ങളെ പിന്നീടില്ല ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ദൈവം പണിഷ്മെൻ്റ് തരും, ഓർക്കണം കേട്ടോ. ഡാണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതട്ടോ. ആരും ആരെയും ദ്രോഹിക്കരുത് കേട്ടോ. നല്ല ചിന്തയ്ക്ക് നല്ല പ്രവർത്തിക്കുക, ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ ചെയ്യണം, ദ്രോഹിക്കുന്നത് പിശാച് മനസ്സിലിരിക്കുന്നതുകൊണ്ട്. പിശാചൊന്നും ഇല്ല, പക്ഷേങ്കിൽ നെഗറ്റീവ് എനർജി, മനസ്സിലായോ? നെഗറ്റീവ് എനർജി മാറ്റിയില്ലെങ്കിലുണ്ടല്ലോ നഷ്ടങ്ങൾ സംഭവിക്കും, അതിഭീകരമായിരിക്കും, മനസ്സിലായോ? അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവ് എനർജി നേടാൻ നോക്കുക, നെഗറ്റീവ് തോട്ട്സ് വിടുക. എടാ എല്ലാവരും ഓക്കെ അല്ലേ? ഞാൻ വളരെ വളരെ ഓക്കെയാണ്. ഐ എം വെരി വെരി ഹാപ്പി. അതുകൊണ്ട് അപ്പോൾ ബോധം പോകുന്നേ. ബൈ ബൈ ബൈ, സി യു.